ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 വാക്യങ്ങളിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു അവൻ പറഞ്ഞത്. ദൈവജനമേ, ദാഹിക്കുന്നവർക്കെല്ലാം ജീവജല നീരുറവയിൽ നിന്ന് കുടിക്കാം. വിശ്വസിക്കുന്നവൻ ഒരു ജീവനീരുറവയായി തലമുറയിൽ തീരും. ഇത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാകുന്നു കർത്താവ് പറഞ്ഞത്. അന്ത്യകാലത്ത് ഞാൻ സർവ്വജടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരാമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പ്രിയപ്പെട്ടവരെ, അത് പകരുന്ന കാലമാണ്. കാരണം ഇനി കാലമേറെ ഇല്ല. അതിനെ ദൈവം ആവലോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 26-27 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. സ്നേഹവാനായ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവർ. തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് രാത്രിയുടെ ഏകാന്തതയിൽ ഇത് മുഴങ്കാൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്ന ഒരു ദൈവത്തിന് കിട്ടുന്ന പ്രതിഫലം. അങ്ങനെയുള്ള ദൈവമക്കൾ അവരാണ് പറന്നുയരാൻ പോകുന്നത്. അവർക്ക് ദൈവം എന്തെല്ലാം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വേണ്ടുവോളം നിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. നന്ദിയുടെ സ്തുതി, ജയത്തിൻ്റെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവേദനുണ്ട് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഉയരുന്ന സ്തുതി. അത് നന്ദിയുടെ സ്തുതിയായിരിക്കും, അത് ജയത്തിൻ്റെ സ്തുതിയായിരിക്കും, അത് പരിശുദ്ധമായ സ്തുതിയായിരിക്കും, അത് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്ന സ്തുതിയായിരിക്കും. ഈ സ്തുതി നിനക്ക് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിലെ ഈ ഭൂമിയിൽ എന്തെല്ലാം കുറവുകൾ നിനക്കുണ്ടെങ്കിലും, ആരെല്ലാം നിന്നെ അവഗണിച്ചാലും, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും, ഒരു കുറവും നിനക്കുണ്ടാകാതെ ഞാൻ എന്നെ കാത്തുകൊള്ളാം. നീ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് കർത്താവ് വാക്ക് പറയുന്നത്. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ദൈവമക്കളോടുകൂടെ ദൈവമുണ്ട്. അവൻ കൂടെ വസിക്കുന്ന ദൈവമാണ്. അവനങ്ങ് ബാലികേറാ മരയിലിരിക്കുന്ന ആർക്കും കാണാൻ വയ്യാത്ത ദൈവമൊന്നും അല്ല. അവൻ മനുഷ്യനോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. അവൻ ഇമ്മാനുവേലാം ദൈവമാണ്. അവൻ നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. കൂരിരുൾ താഴ്വരയിലും നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. പ്രിയപ്പെട്ടവർ, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? കൂടെ ഇരിക്കുന്ന ദൈവത്തെ നിങ്ങൾക്കറിയാമോ? പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ദുഃഖത്തിൻ്റെ മധ്യത്തിൽ, പോരാ ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ കൂടെ ഇരിക്കുന്നവനായ ദൈവം, ആശ്വസിപ്പിക്കുന്നവനായ ദൈവം, കണ്ണുനീരൊപ്പുന്നവനായ ഒരു ദൈവം, ആ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ അറിയും, നിങ്ങൾ അനുഭവിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഒരിക്കലും ലജ്ജിക്കാൻ ഇടവരാറവണ്ണം നമ്മെ കാക്കുന്നവനായ ദൈവമുണ്ട്. അങ്ങനെ നാം ചെയ്യുമ്പോൾ, അങ്ങനെ ദൈവത്തിൻ്റെ വിശ്വസതയോടെ നിൽക്കുമ്പോൾ, അപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് വരുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. യോവേൽ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്നതായ വാഗ്ദത്തം. യോവേൽ 3:18. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കും. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ആ നാളുകളിൽ ആസന്നമായിരിക്കുന്നു, ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഇനിയും ആ അവസരം നിങ്ങൾ പാഴാക്കി കളയരുത്. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. ദൈവത്തിൻ്റെ ഭാഗത്ത് നിറവേറും. നിറവേറാതെ പോകുകയില്ല. സൃഷ്ടിയുടെ ഉടയവനാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് പറയുന്നത്. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. ദൈവത്തില് നീ ഒരു തോടായി,
നീ ജീവജല ഉറവയായി നിനക്ക് നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഒഴുക്കാമെന്ന് കർത്താവ് പറയുന്നു. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട ശക്തിയൻ താഴ്വരെ നനയ്ക്കും. ഈ വെള്ളം യഹോവയുടെ ആലയത്തിൽ നിന്ന് വരുന്നതാണ്, വറ്റാത്ത ഉറവയാണ് എന്ന് നിനക്ക് പുതുമയുടെ അനുഭവം തരുന്നതാണ് എന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് പുതിയ ഉറവകൾ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഈ അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സെഖരിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം, അതിന് 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. സ്നേഹവാനായ ദൈവം തുറന്നു വച്ചിരിക്കുന്ന ആ ഉറവ് ഏതാണ്? ആ ഉറവ് ഗോകുൽത്തായിൽ തുറന്ന ഉറവ്, ഇന്ന് നിലയ്ക്കാത്ത ഉറവ്, ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവ്, പാപിയഴിക്കിലേക്ക് ഒഴുകി വരുന്ന ഉറവ്, ആ ജീവൻ ഈ ഉറവ അതെന്നെന്നും കാണുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവര്, പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒഴുകുന്ന ഉറവ്, ആ ഉറവിലേക്ക് ഇപ്പോൾ ആരെല്ലാം വരുന്നുണ്ട്? ആരെല്ലാം ആ ഉറവിൽ നിന്ന് ഇപ്പോൾ കുടിക്കുന്നുണ്ട്? ആരെല്ലാം കഴുകൽ പ്രാപിക്കുന്നുണ്ട്? അത് നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിത്യനായ ദൈവം ആമോസ് പ്രവാചകങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, പ്രകൃതി നമുക്ക് അനുകൂലമായി മാറും. ദൈവമക്കൾ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന്റെ നാർത്തുപാടി ആഘോഷിക്കുമ്പോൾ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കും. പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒന്നിച്ചിരുന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവം നിങ്ങൾക്ക് വേണ്ടേ? പ്രിയപ്പെട്ടവര്, അത് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്തു, തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. അന്ന് വറ്റിവരേണ്ടതായ തോടുകളിൽ നീരൊഴുക്കുകൾ ഉണ്ടാകും, ജീവജലം ഒഴുകിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവര്, ഇന്ന് ദാവീദ് സ്തുതിയില് ഇന്ന് തടഞ്ഞു പോയവരാണോ? ഇന്ന് നിരാശയോടെ തലകുമ്പിട്ടിരിക്കുകയാണോ? നിനക്ക് ജയജീവിതമില്ലാതെ പോയി എന്നോർത്ത് നീ തളർന്നിരിക്കുകയാണോ? നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് കുറ്റബോധം തരുന്നത് സാത്താനാണ്, പരിശുദ്ധാത്മാവ് തരുന്നത് പാപബോധമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അനേകർ ഇന്ന് കുറ്റബോധത്താൽ തലതാഴ്ത്തിരിക്കുകയാണ്. പ്രത്യാശയോടെ ഉയർത്തുന്നില്ല. അവൻ്റെ അരികിൽ നിൽക്കുന്ന ക്രിസ്തുവിന് മുഖത്തേക്ക് നോക്കുന്നില്ല. അനേകർക്ക് കുറ്റബോധമാണ്. എന്താണ് കുറ്റബോധം? അത് സാത്താൻ തരുന്നതാണ്. അതുപോലും അനേകർക്കറിയാൻ അറിഞ്ഞുകൂടാ. നീ രക്ഷപ്പെടാൻ പോണില്ല, നിനക്ക് ജയം കിട്ടാൻ പോകുന്നില്ല, നീ ഒത്തിരി അധ്വാനിച്ചില്ലേ, നീ ധാരാളം വചനം കേട്ടില്ലേ, നിനക്ക് ചെയ്യാനൊക്കെ നീ ചെയ്തില്ലേ, നിനക്ക് ജയം കിട്ടിയോ? നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിനക്കൊരു പുതുജീവിതം കിട്ടാൻ പോകുന്നില്ല. നിനക്കൊരു പുതുനാമ്പ് കേൾക്കാൻ പോകുന്നില്ല. നീ അധ്വാനിക്കണ്ട, നിനക്കത് കിട്ടുകയില്ല. അവ്യക്തമായ കുറ്റബോധം അത് സാത്താൻ തരുന്നതാണ്. നിങ്ങളെന്നെ തള്ളിക്കളയണം, പാടേ നിഷേധിച്ച് കളയണം. പരിശുദ്ധാത്മാവ് തരുന്നതോ പാപബോധമായിരിക്കും. പരിശുദ്ധാത്മാവ് പാപബോധം തന്നാൽ കൃത്യമായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ഇന്ന വാക്യം നിനക്ക് തെറ്റുവന്നു, ഇന്ന നോട്ടത്തിൽ നിനക്ക് തെറ്റുവന്നു, നിന്റെ ഇന്ന മനോഭാവത്തിൽ നിനക്ക് തെറ്റുവന്നു, നിന്റെ കൊടുക്കൽ വാങ്ങൽ നിനക്ക് ഇന്ന കാര്യത്തിൽ തെറ്റുവന്നു, കൃത്യമായി കാണിച്ചു തരും. സ്പോട്ട് ചെയ്ത് കാണിച്ചു തരും. പാപബോധത്താൽ ഒരു ദൈവത്തിൻ്റെ ഹൃദയം തകരും. അവൻ കരയാൻ തുടങ്ങും. അവൻ കരയും തോറും അവൻ്റെ ഹൃദയം നിർമ്മലമായി തീർന്നവൻ അറിയാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവർ, ബേഥാനിയിലെ മറിയ കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു, വചനം കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തിലേക്ക് എന്തുകൊണ്ടാണ് മാർത്ത യേശുവിനെ കൈക്കൊള്ളാനിടയായത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മാർത്ത യേശുവിനെ ആ വീട്ടിലേക്ക് കൈക്കൊള്ളാൻ കാരണം മറിയയുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. മറിയ നല്ല സ്വഭാവമുള്ളവളായിരുന്നില്ല. എന്നാൽ ആ മറിയോട് പലപ്പോഴും ജ്യേഷ്ഠത്തിയായ മാർത്ത ഉപദേശിച്ചിട്ടുണ്ട്, നീ സ്വഭാവം മാറണം, നീ നന്നായി വരണം. ഒന്നും മറിയ കേട്ടിട്ടില്ല. എന്നാൽ മറിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം കേട്ടു. ആ വചനം വളരെ രൂപാന്തരപ്പെടുത്തി. അവൾ പുതിയ സൃഷ്ടിയായിയുടെ വീട്ടിലേക്ക് വന്നു. അത് വളരെ വ്യക്തമാണ്. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതാക്കപ്പെടുന്നു. ഒരു പുതിയ സൃഷ്ടിയായി മറിയ ബേഥാനിയിലെ ആ പാവപ്പെട്ട വീട്ടിലേക്ക് കയറി വരുന്നത് മാർത്ത കണ്ടു. ആള് മാറി, നടപ്പ് മാറി, നോട്ടം മാറി, സംസാരം മാറി, പ്രകൃതം മാറി, എല്ലാം മാറി. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം. മാർത്ത ചെന്നു മറിയയിലേക്ക് തന്നു. മറിയേ,
നിനക്കെങ്ങനെയാണ് ഈ രൂപാന്തരം വന്നത്? നീ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? മറിയ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വചനം കേട്ടു, ഞാൻ നസ്രായനായ യേശുവിൻ്റെ വചനം കേട്ടു. സഹോദരീ സഹോദരങ്ങളെ, ഈ തലമുറയിൽ മാനസാന്തരപ്പെടുവാൻ വേറെ ഒരു മാർഗവുമില്ല. ജീവൻ്റെ വചനം കേട്ടുകൊള്ളുക, ആത്മാവിൻ്റെ വചനം കേട്ടുകൊള്ളുക. ആ വചനം മറിയ കേട്ടു. സ്തോത്രം. അവിടെ ഹൃദയത്തിൽ നിറഞ്ഞ സമാധാനം. അത് ഈ വീട്ടിൽ വന്നാൽ കൊള്ളാമെന്ന് മാർത്തയ്ക്ക് തോന്നി. ശാപകരമായ ഈ വീട്ടിൽ, കുഷ്ഠരോഗത്തിന് ദുർഗന്ധമുള്ള ഈ വീട്ടിൽ, മരണത്തിന് ദുർഗന്ധമുള്ള ഈ വീട്ടിൽ യേശു ഒന്ന് കാലുകുത്തിയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു. സഹോദരീ സഹോദരങ്ങളെ, ആർക്കെല്ലാം തോന്നുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നല്ലവനായ കർത്താവ് ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ. കർത്താവെ, എനിക്കിത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. കർത്താവെ, ആ സ്തുതി ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആ വാചാലമായ ചുണ്ടുകൾ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ലല്ലോ. ആ നിറവലമായ സ്തുതി എനിക്ക് ഇന്നുവരെയും കിട്ടിയിട്ടില്ലല്ലോ. എനിക്കത് തരാമോ കർത്താവെ? സൗജന്യമായി തരാമോ? ഞാനൊരു കാര്യം ചെയ്യാം, അത് നീ എനിക്ക് സൗജന്യമായി തരികയാണെങ്കിൽ ഒരിക്കലും ഞാനത് നഷ്ടപ്പെടുത്തുകയില്ല. ഇനി ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല. അറക്കെല്ലാം ഉറപ്പ് പറയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നുവെങ്കിൽ എന്ന് ഓർത്ത് വേദനയോടെ ഇരിക്കണം. മാർത്ത കേട്ടു, യേശു ആ വീടിൻ്റെ വാരക്കിൽ കൂടെ കടന്നു പോകുന്നു. അവർക്ക് സന്തോഷമായി. പക്ഷേ ഈ പാപികളായ ഞങ്ങളുടെ വീട്ടിലേക്ക് യേശു വരുമോ? കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിലേക്ക് യേശു വരുമോ? പരിശുദ്ധനായ യേശുവിനെ ഈ വീട്ടിൽ വരാൻ നോക്കുമോ? അവൾക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആൾ വാറുകൾ പോയി നോക്കി നിന്നു, ആശയോടെ നോക്കി നിന്നു. യേശു കടന്നു വന്നപ്പോൾ അവൾ പറഞ്ഞു, കർത്താവെ, ഈ പുറകിൽ കാണുന്ന കൊച്ചു വീട് എൻ്റേതാണ്, ഒന്ന് കയറിയിട്ട് പോകാമോ? സഹോദരങ്ങളെ, സ്നേഹവാനാരും നിന്നെ സന്ദർശിക്കുന്ന സമയം, നിൻ്റെ ഹൃദയത്തിൻ്റെ വാറുകൾ മുട്ടിവിളിക്കുന്ന സമയം, നിനക്കൊരു വാക്ക് പറയാമോ? കർത്താവെ, ചോദിക്കാൻ അർഹതയില്ല, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഈ ഹൃദയത്തിലേക്ക് ഒന്ന് വരാമോ? നിൻ്റെ ആ കാലുകൾ ഈ ഹൃദയത്തിലൊന്ന് ചവിട്ടി നിൽക്കാമോ? ഞാൻ നിനക്ക് വേണ്ടി നിന്നുകൊള്ളാം, നന്ദിയുള്ളവളായി ഞാൻ നിന്നുകൊള്ളാം. വാക്ക് പറയാൻ ആർക്കെല്ലാം തോന്നുന്നുണ്ട്. യേശു ഭവനത്തിലേക്ക് വന്നു. ക്ഷണിച്ചാൽ വരുന്നവൻ, വിളിച്ചാൽ വരുന്നവൻ, ആരോരുമില്ലാത്തവൻ, ഈ ഭൂമിയിലെ നാഥനെ പോലെ ജീവിച്ചവൻ. നിന്റെ ഹൃദയം അവന് കൊടുക്കാമോ? ഈ അന്ത്യകാല തലമുറയിൽ നിനക്ക് നിൻ്റെ ജീവിതം അവന് കൊടുക്കാമോ? നിന്റെ ഹൃദയം അവന് കൊടുക്കാമോ? ആ ഹൃദയത്തിൽ അന്തി ഉറങ്ങാൻ അവന് ആഗ്രഹമുണ്ട്. എന്തെന്നറിയാമോ? നിനക്ക് ആശ്വാസം തരാൻ, അവൻ്റെ ആശ്വാസം നിനക്ക് പകർന്നു തരാൻ, ആ ജീവിതയിൽ നിന്നെ കുടിപ്പിക്കാൻ. അതിനാണ് അവൻ വിളിക്കുന്നത്. അവൻ ആ ഭവനത്തിലേക്ക് വന്നു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കർത്താവ് ആ വീട്ടിലേക്ക് വന്നു. അവരേതോ ഒരു പീഠം അവനിരിക്കാൻ കൊടുത്തു. ആ പീഠത്തിൽ അവൻ ഇരുന്നു. കർത്താവിനെ ക്ഷണിച്ച് വന്നതനുസരിച്ച് മാർത്ത വേഗം പോയി ആഹാരമൊക്കെ പാകം ചെയ്യുകയാണ്. മറിയവൻ്റെ കാൽപ്പാത്തുകളിരുന്നു. അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്നാ നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണോ? പലവിധ കാര്യങ്ങളാൽ നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണോ? മറിയെപ്പോലെ ഏകാഗ്ര ഹൃദയം നിനക്കുണ്ടോ? അത് വചനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. പാവബോധം തരുന്ന പരിശുദ്ധാത്മാവാണ്. കൃത്യമായി നിന്റെ പാപങ്ങൾ നിനക്ക് ഓർപ്പിച്ചു തരും. മറിയ പാദപീഠത്തിലിരുന്നു. മറിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കർത്താവ് വാചാലനായി. കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് തൂമൊഴികളിൽ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീഴുകയാണ്. ഓർക്കുക, നിനക്കെന്നെ വചനം കിട്ടും. ജീവജല ഉറവയെ നിനക്ക് തരും, നിന്നെ കുടിപ്പിക്കും. നീ ഒരു ജീവനീരുറവയായി മാറും. നിനക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കാമോ? നിനക്ക് നിൻ്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ടിരിക്കാമോ? സിട്ടാവാ ദൈവമേ, എനിക്കിതേ തരാനുള്ളൂ. ഈ പഴയ ഈ തുരുത്തി ഞാൻ നിനക്ക് തരട്ടെ. ഇതിലേക്ക് നിനക്ക് വരാമോ? ആരെല്ലാം ചോദിക്കുന്നുണ്ട്, ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനോട് വരും. പ്രിയപ്പെട്ടവരെ, മറിയ വചനം കേട്ടുകൊണ്ടിരുന്നു. ജീവജല ഉറവയിൽ നമ്മൾ കുടിച്ചുകൊണ്ടേയിരുന്നു. അധ്വാനിക്കുന്ന മാർത്ത തളർന്നു. പക്ഷേ ഒന്നും ചെയ്യാതെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ തന്നെ മറിയ ആത്മാവിൽ നിറയുന്നു. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ലോക മനുഷ്യനും ആത്മീയനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു ആത്മീയനാകാൻ നിനക്ക് മനസ്സുണ്ടോ? ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ശ്രേഷ്ഠ അതാണ്, സ്വസ്ഥത അതാണ്, സമാധാനം അതാണ്. ദൈവം നിനക്ക് സൗജന്യമായി തരും. പ്രിയപ്പെട്ടവർ, അയാൾ നിന്ന് നിറയുക. ഓരോ ദിവസവും നീ ആ സമാധാനത്തെ നിറയുക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് നീ പകർന്നു കൊടുക്കുക. സ്തോത്രം. അവരും കുടിക്കട്ടെ, അവരും അനുഭവിക്കട്ടെ. ആത്മാവിൻ്റെ ആ സമാധാനം അവരും അനുഭവിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ ജീവനീരവയിൽ കുടിക്കണമെങ്കിൽ നിങ്ങൾ പാപം കണ്ടെത്തണം.
പാപം കെട്ടണമെങ്കിൽ ആത്മാവിൻ്റെ വചനം നിങ്ങൾ കേൾക്കണം, ദൈവവചനം നിങ്ങൾ കേൾക്കണം. എന്തെങ്കിലും ചപ്പും ചവറും കേട്ടിട്ട് കാര്യമില്ല, കിഴവിക്കഥകൾ കേട്ടിട്ട് കാര്യമില്ല, നിന്റെ ജഡമനുഷ്യനെ സുഖിപ്പിക്കുന്ന എന്തെങ്കിലും കേട്ടിട്ട് കാര്യമില്ല, ഈ ലോകത്തിൻ്റെ ജ്ഞാനം കേട്ടിട്ട് കാര്യമില്ല. ആത്മാവിൻ്റെ വചനം കേൾക്കണം. ഹൃദയത്തെ കീറി മുറിക്കുന്ന ആത്മാവിൻ്റെ വചനം മനസ്സാണോ പ്രിയപ്പെട്ടവരെ? അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, തോടുകളും നീരൊഴുക്കളും ഉണ്ടാകും, അവിടെ നിന്ന് ജീവനദി ഒഴുകാൻ തുടങ്ങും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. 35:6. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഇന്നുവരെ സ്തുതിക്കാത്ത ഭവനങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ സ്തുതി ഉയരും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, എൻ്റെ ബാല്യപ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ക്രിസ്തീയ ഭവനം ഏതാണെന്ന് അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഏതൊരു വീടിൻ്റെ വാർക്കിൽ കൂടെ പോയാലും ക്രിസ്തീയ ഭവനങ്ങളിൽ നിന്ന് സ്തുതിഗാനങ്ങൾ ഉയരും, പ്രാർത്ഥന ഉയരും. ആ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അത് ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന മൂർച്ചയുള്ള കത്തി പോലെ മൂർച്ചയുള്ളതായിരിക്കും. സ്തോത്രം. അന്ന് ക്രിസ്തീയ ഭവനങ്ങളെ തിരിച്ചറിയാമായിരുന്നു. ഇന്ന് മരുഭൂമിയിൽ വെള്ളമുണ്ടോ? നിർജ്ജന പ്രദേശത്ത് തോടുകളുണ്ടോ? വട്ടി വരണ്ടുണങ്ങിയിരിക്കുകയല്ലേ? സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുകയല്ലേ? ദൈവസ്നേഹമില്ലാത്തവരായിന്ന് തീർന്നു പോയില്ലേ? പ്രിയപ്പെട്ടവർ, അത് തരാമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നിനക്ക് ഇതിനെ താഴ്ത്തി കൊടുക്കാമോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം, 47-ാം അധ്യായം എടുക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്ന അനേകം കാര്യങ്ങളുണ്ട്. നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിൻ്റെ വലത്തുഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന് വശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടുവന്നു. പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തെങ്കിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലതുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴ അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴ അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ദൈവവേദിലെ ആത്മനിറവിലേക്ക് ദൈവത്തിനെ നടത്തും. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം കാണിച്ചു കൊടുത്തു. ഇതാ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം നരിയോളമായി, പിന്നെ മുട്ടോളമായി, പിന്നെ അരയോളമായി, പിന്നെ ഇത് കടക്കാൻ വയ്യാത്ത വലിയ നദിയായി തീർന്നു. ആത്മനിറവിലേക്ക് നടത്തുകയാണ് ദൈവം. സ്തോത്രം. വറ്റുവരണ്ട ഭൂമിയിൽ നിന്ന് വലിയ പെരുവെള്ളത്തിലേക്ക് ദൈവം നടത്തുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനിരിക്കുന്ന വലിയ അനുഭവമാണ്. അതാണ് അന്ത്യകാലത്ത് ഞാൻ സർവ്വജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരാമെന്ന് പറഞ്ഞ സ്നേഹവാനായ ദൈവം നമുക്ക് തരുന്നത്. മനസ്സാണോ പ്രിയപ്പെട്ടവർ? ഈ ജീവജലം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് മനസ്സാണോ? എനിക്ക് മനസ്സാണ്. നിങ്ങൾക്കൊന്ന് പറയാമോ? ഇന്ന് നിങ്ങൾക്കൊന്ന് ഒരുങ്ങാമോ? ഹൃദയവാനായി തുറന്നു കൊടുക്കാമോ? പ്രിയപ്പെട്ടവരെ, അവനത് നമുക്ക് തരും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ കൂടെ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു. യോവേൽ 2:28-29 വാക്യങ്ങൾ. അതിൻ്റെ ശേഷമോ
ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. പ്രിയപ്പെട്ടവർ, സമർപ്പിച്ചാൽ, പാപത്തെ ഓർത്ത് അനുദപിച്ചാൽ, നിങ്ങൾ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞാൽ, പാപത്തെ നിങ്ങൾ വെറുത്തുപേക്ഷിച്ചാൽ, എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം? അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ വാക്യത്തിൽ കരം വെച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആരെല്ലാം ഉണ്ട്? കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം മാറുകയാണ്. മുടിയൻ പുത്രനെ പോലെ ഞാൻ മടങ്ങി വരികയാണ്. പന്നികളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ വരികയാണ്. അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വരികയാണ്. നിന്റെ പാതപീഠത്തിലേക്ക് ഞാൻ വരികയാണ്. ഒന്നുമില്ലാത്തവനായി ഞാൻ വരികയാണ്. ആങ്കി നഷ്ടപ്പെട്ടവനായി, പൊന്മോതിരം നഷ്ടപ്പെട്ടവനായി, സുവിശേഷത്തിൻ്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടവനായി, കർത്താവെ ഒന്നുമില്ലാത്തവനായി ഞാൻ നിൻ്റെ അരികിലേക്ക് വരികയാണ്. എന്നെ കൈക്കൊള്ളാമോ? എന്നെ സ്വീകരിക്കാമോ? അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളാമോ? ദൈവവേദിലേ, ധ്യാനിക്കുന്ന ആത്മാവേ, ഇപ്പോൾ നിങ്ങളെ തന്നെ താഴ്ത്താൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിലേക്ക് എളിമയോടെ കടന്നു വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എന്താണ് ഞാൻ പറയുന്നത്? ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. കർത്താവേ, ഇത് നിൻ്റെ വാഗ്ദത്തമാകയാൽ ഞാനിതാ എന്നെ തന്നെ തുറന്നു വയ്ക്കുന്നു. എനിക്ക് മനസ്സാണ് കർത്താവേ. സ്തോത്രം. സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ആത്മാവിനെ ചുമക്കാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവെ, അന്ത്യത്തോളം അവസാന നിമിഷം വരെയും നിന്നെ ചുമക്കാൻ എനിക്ക് മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോളായ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോസ്തലനായ പൗലോസിന് വന്നു. പൗലോസ് ക്രിസ്തുവിനെ ഉപദ്രവിച്ചവനാണ്. ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നവനാണ്. സ്തേഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നവനാണ്. അനേക ദൈവമക്കളെ പിടിച്ചു കെട്ടി തടവിലാക്കിയവനാണ്. എല്ലാം ശരിയാണ്. എന്നാൽ ആ പൗലോസ്, ആ ശൗല ദൈവസ്നേഹം കണ്ടു. അവൻ പൗലോസായി മാറി. എന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം പുതിയ സൃഷ്ടിയാകുന്നുണ്ട്? ആരെല്ലാം ക്രിസ്തുവിനോട് തുറന്ന് പറയുന്നുണ്ട്? കർത്താവെ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. പറയാൻ മനസ്സുണ്ടോ? സ്നേഹത്താൽ അപ്പോസ്തലൻ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതൊന്നും കൃത്രിമമായ കാര്യങ്ങളല്ല, അനുഭവിച്ച സത്യങ്ങളാണ്. അത് അപ്പോസ്തലൻ തന്നെ പറഞ്ഞു. ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. അവനാണ് ക്രിസ്ത്യാനി. സഹോദരി സഹോദരങ്ങളെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെല്ലാം പറയാം. ക്രൂശിലൊരുക്കിയ രക്ഷ ഇന്ന് നിന്റെ സ്വന്തമാകണമെങ്കിൽ നിന്റെ നാവിൽ അത് വന്നേ പറ്റൂ. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് എൻ്റെ മർമ്മം? ദൈവവേദിലേ, നിന്നെ ഇവിടെ നിർത്തുമാറാക്കിയത് കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. വളരെ ലളിതമായ സമർപ്പണമാണ്. സ്തോത്രം. എന്നെ നിർത്തുമാറാക്കിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് എൻ്റെ പാപത്തിന് പരിഹാരം വരുന്നത്. അല്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? ആണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. നിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ നിന്ന് നിൻ്റെ മുഖത്തേക്ക് നോക്കി, നിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് യാതനയോടെ നിൽക്കുന്ന കർത്താവിനോട് നിനക്കിപ്പോൾ പറയാം, കർത്താവ്, എന്നെ നിൽക്കുമാറാക്കിയത് നീയാണ്. എന്നെ ഇന്നത്തോടെ നിലനിർത്തിയത് നീയാണ്. എൻ്റെ കുറവുകളും പാപങ്ങളും ബലഹീനതകളും എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തവനെ പോലെ എന്നെ കാത്തത് നീയാണ്. കർത്താവേ, ഞാനതറിയുന്നു. ഞാൻ നിർത്തിയത് നീയാണെങ്കിൽ, നീ എനിക്ക് വേണ്ടി മരിച്ചതാണെങ്കിൽ, ക്രൂശിന് എനിക്ക് വേണ്ടി നീ മരിച്ചതാണെങ്കിൽ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനിയുള്ള ആയുസ് നിനക്ക് വേണ്ടി ഞാൻ തരും. എന്നെ സ്വീകരിക്കണമേ. മുടിയൻ പുത്രനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. ദൈവം ഇതിലേ ആരെല്ലാം ഇപ്പോൾ ദൈവത്തോട് യാചിക്കുന്നുണ്ട്? ആരെല്ലാം പുതിയ സമർപ്പണം എടുക്കുന്നുണ്ട്? നിൻ്റെ അന്ന് നഷ്ടപ്പെട്ടു പോയ അങ്കി നിനക്ക് തീയെ തരികയാണ്. പുതിയ അങ്കി നിനക്ക് ദൈവം തരികയാണ്. നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണമോതിരം തിരികെ തരികയാണ്. എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടോ? സമൂഹത്തിൽ നിന്ന് സാക്ഷ്യം നഷ്ടപ്പെടുത്തിയവനായി ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് സുവിശേഷത്തിൻ്റെ പുതിയ ചെരുപ്പ് കർത്താവ് തരികയാണ്. സ്തോത്രം. കർത്താവ് വേലക്കാരെ വിളിച്ചു പറയും, ദാസന്മാരെ വിളിച്ചു പറയും, തടിപ്പിച്ച മൃഗത്തെ അറുപ്പീൻ, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ
മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ഇന്ന് സ്വർഗം സന്തോഷിക്കാൻ ദിവസമായി തീരട്ടെ. സഹോദര സഹോദരി, താഴ്ത്തി കൊടുക്കാം, ഹൃദയങ്ങളെ താഴ്ത്താം, നമ്മെ മുഴുവനുമായി വിട്ടുകൊടുക്കാം. എൻ്റെ ഉടമസ്ഥനായ കർത്താവിന് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം, നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നിസ്സാരനായ അടിയൻ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. സ്വീകരിക്കണമേ, കൈക്കൊള്ളണമേ. യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണമേ. കർത്താവേ, പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ തീർക്കണമേ. നാവിലെ സ്തുതിയുമായി ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, ഇനിയുള്ള ആയുസ് നിന്നോടുകൂടെ അവൻ്റെ രണ്ടാമത് വരുന്നത് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം തരണമേ. സ്വർഗത്തിൽ നിന്നെ സ്തുതിച്ചുകൊണ്ട് നിൻ്റെ പാദങ്ങളിൽ ഇരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ബേഥാനിലെ മറിയതിൻ്റെ കാൽപാദങ്ങൾ ഇരുന്നു കൊണ്ട് സ്തുതിച്ചതുപോലെ ആത്മനിറവിൽ നിന്നെ സ്തുതിപ്പാൻ കൃപ തരണമേ. കർത്താവേ, ആ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നിത്യവും സദാ ഇപ്പോഴും വിടവിടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, അതിനടിയങ്ങളെ അനുഗ്രഹിക്കണമേ. തൃക്കർത്താൻ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മുഖത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.